പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ITR 1 ഫോർ സാലറിഡ് പേഴ്സൺ, ITR 4 ഫോർ ബിസിനസ് എന്റർപ്രണേഴ്സ്, ബിസിനസ് ടാക്സ് പേയേഴ്സ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 2 ഫോമുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓൺലൈൻ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഓഫ്ലൈൻ എക്സൽ യൂട്ടിലിറ്റിയും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ITR 1 ആണെങ്കിലും ITR 4 ആണെങ്കിലും പുതിയ ഫോമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ITR 1 ഒരുപാട് മാറ്റങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ 1,25,500 രൂപ വരെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ITR 1 കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം അതാണ്. അതിലും വലിയ മാറ്റം എന്നുള്ള രീതിയിൽ ITR 1 4 ഇൻഡിവിജ്വൽ ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്, സാധാരണ ഓൾഡ് സ്കീമിലേക്ക് പോകുന്ന സമയത്ത് ATC ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് എക്സംഷൻസ് ആണെങ്കിലും നമുക്ക് നേരിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. എന്നാൽ ഈ വട്ടം മുതൽ ITR 1 4 ഇൻഡിവിജ്വൽ ഓൾഡ് ടാക്സ് റെജിമിലേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാത്തിൻ്റെയും കൃത്യമായ രേഖകൾ, ഡോക്യുമെന്റ്സുകൾ, അതിന്റെ ഡോക്യുമെന്റ് നമ്പറുകളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്ന ആവശ്യം വന്നിട്ടുണ്ട്. LICയുടെ പോളിസി നമ്പർ, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പോളിസി നമ്പർ, അതുപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ ആ പ്രൊവിഡന്റ് ഫണ്ടിന്റെ കൃത്യമായ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ്, അതായത് പ്രാൻ, അതായത് പെർമനന്റ് റിട്ടയർമെന്റ് നമ്പർ, ആ നമ്പറൊക്കെ നിർബന്ധമായിട്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്ന ഒരാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ചെയ്യുന്നത് പോലെ വളരെ സിമ്പിളായി ITR 1 അല്ലെങ്കിൽ ITR 4 ഓൾഡ് ടാക്സ് റെജിമിലേക്ക് ചെയ്യാൻ നമുക്ക് കഴിയില്ല. TDS റിട്ടേൺ എടുക്കാൻ വേണ്ടി പലപ്പോഴും പല ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള അമൗണ്ടുകൾ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ TDS റിട്ടേൺ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ ഒരു നടപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൃത്യമായ ഡോക്യുമെന്റ് നമ്പറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പുതിയ ഒരു ഇൻഫർമേഷനാണ്, ഏറ്റവും പുതിയ ഒരു ITR ഫോം. ചെയ്യാൻ പറ്റുന്നവർക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ക്വാർട്ടറിൽ TDS ഉള്ള ആൾക്കാരൊക്കെ അവരുടെ TDS ഫയലിങ്ങും അതുപോലെ അത് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അത് റിഫ്ലക്റ്റ് ആകാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് ഒരു ജൂൺ 15 വരെയൊക്കെ എടുക്കാം. കാരണം മെയ് 31 ആയിരുന്നു അതിന്റെ അവസാന ഡേറ്റ്, TDS ഫയൽ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എംപ്ലോയർക്ക്, TDS കട്ട് ചെയ്യുന്നവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവര് മെയ് 31 ഏറ്റവും ലാസ്റ്റ് ടൈമിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ അത് നമ്മുടെ AIS അതുപോലെ 26 AIS വരാൻ വേണ്ടിയിട്ട് സമയം എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ലാസ്റ്റ് ക്വാർട്ടറിലൊക്കെ TDS ഉള്ള ആൾക്കാർ ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് ഒരു ജൂൺ 15 ശേഷം മാത്രം ഫയൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ 1,25,500 രൂപ വരെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ITR 1 തന്നെ ചെയ്യാം. സാധാരണ അത് ITR 2 ITR 3 ഒക്കെ ചെയ്യേണ്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് ITR 1 ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനും കൃത്യമായ ഡോക്യുമെന്റ് നമ്പറുകളും എവിഡൻസ് കൃത്യമായി നമ്മൾ കൊടുക്കേണ്ടുന്ന ആവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ TDS റിട്ടേൺ എടുക്കുന്ന സാധാരണ ഗതിയിലെ പോലെ നല്ല തെറ്റായിട്ട് എടുക്കുന്ന പല പ്രവണതകളും ഉണ്ടായിരുന്നു. ആ പ്രവണതകൾക്ക് അറുതി വരുത്തുക എന്നുള്ളതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഡോക്യുമെന്റ് നമ്പറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. മറ്റൊന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ TDSന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ജൂൺ 15 ശേഷം ITR ഫയൽ ചെയ്യുന്നതായി. അതുപോലെ തന്നെ ITR മറ്റ് ഫോമുകൾ ITR 2 ആണെങ്കിലും 3 ആണെങ്കിലും ഷെയർ മാർക്കറ്റ് ഇൻകം, അത്തരത്തിലുള്ള ഇൻകം ഒക്കെ ഉള്ള ആൾക്കാർ, ഷെയർ മാർക്കറ്റിൽ ഇടപാട് നടത്തുന്ന ആൾക്കാർ, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ, സ്ഥലം വിൽപ്പന, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, സാലറിയുടെ കൂടെ തന്നെ സ്ഥലം വിൽപ്പനയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിലും അവർ വാങ്ങി വിൽപ്പന നടത്തിയിരിക്കുന്ന സ്ഥലമാണെങ്കിലും എത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. അപ്പോൾ അവർക്കൊന്നും ഈ ITR 1 4 ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അത് ITR 2 3 പോകേണ്ടതാണ്. അത്തരത്തിലുള്ള ഇൻകവും അത്തരത്തിലുള്ള ഇടപാടുകളൊക്കെ ഉള്ള ആൾക്കാർ അടുത്ത ITR ഫോമുകൾ ഓപ്പൺ ആവുന്നത് വരെ കാത്തിരിക്കണം എന്ന് കൂടെ അറിയിക്കുക.